മലപ്പുറം നിലമ്പൂർ ഗവൺമെന്റ് ITIയിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥിക്ക് ഭക്ഷണം മുടങ്ങിയതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വിദൂര പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികളാണ് നിലമ്പൂർ ITIയിൽ പഠിക്കുന്നത്. ഇവരിൽ പലരും ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠനം. ഭക്ഷണം ലഭിക്കാത്തതിനെ തുടർന്ന് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായി. പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം എന്നിവ നിലവിൽ ലഭിക്കുന്നില്ല. ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. ഞങ്ങളോടൊപ്പം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടൊപ്പം ക്ലാസ്സിൽ ഇരിക്കേണ്ടുന്ന 50 വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറികളിൽ ഭക്ഷണമില്ല എന്നതിന്റെ പേരിൽ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ 50 പേർക്ക് ക്ലാസ് മുറികൾ നഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ അധ്യയനം നഷ്ടപ്പെടുന്നുണ്ട്. ആ 50 പേരോടൊപ്പം ഈ ക്യാമ്പസിനകത്ത് ബാക്കി 250 പേരും ഇറങ്ങും. ഇതുപോലെ കുത്തിയിരുന്നു പ്രതിഷേധിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ SFIക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം എല്ലാവർക്കും വിദ്യാഭ്യർത്ഥിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുവാനുള്ള കടമ സർക്കാരിനുണ്ട്. അവർക്ക് ആ വിദ്യാഭ്യാസം നൽകുന്നതിൽ ഉറപ്പുവരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉച്ചഭക്ഷണ പദ്ധതിയും പോഷകാഹാര പദ്ധതിയും ഉൾപ്പെടെയുള്ള പദ്ധതികൾ. സാധാരണയായി ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള ധനാനുമതി ITIകളിൽ ലഭിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഇതുവരെ ധനാനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സ്കിൽ ആൻഡ് ലേബർ വകുപ്പിന് കീഴിലുള്ള ITIകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ ധനകാര്യ വകുപ്പിൽ കെട്ടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. SFI ജില്ലാ സെക്രട്ടറി ഗോകുൽ സമരം ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, മലപ്പുറം.